നടി ആക്രമിക്കപ്പെട്ട കേസിൽ സത്യം ജയിച്ചുവെന്നും വിധി എല്ലാവർക്കും പാഠമാണെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ. മലയാള സിനിമയ്ക്കും സമൂഹത്തിനും ആശ്വാസമായ വിധിയാണിത്. അതിജീവിതയ്ക്കൊപ്പമാണ്, എന്നാൽ കുറ്റം ചെയ്യാത്തവർ രക്ഷപ്പെട്ടു. ദിലീപിനെതിരായ കേസ് ഫ്രെയിം ചെയ്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാഠമാണെന്ന് വെച്ചാൽ ചുമ്മാ വഴിയെ പോകുന്ന ഒരാളെ അതിൻ്റെ അകത്തോട്ട് തട്ടിക്കയറ്റി അയാളെ പ്രതിയാക്കി ഒരു കേസിൽ കുടുക്കി ഒരു ഗൂഢാലോചന നടത്തി അതിനെ കേസിൽ ഗൂഢാലോചന നടന്നു എന്നും പറഞ്ഞാണ് ഒരു കേസ് ഉണ്ടാക്കിയത്. അത് ശരിക്കും ഒരു ഗൂഢാലോചനയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പോലീസിലെ കുറച്ച് ഉദ്യോഗസ്ഥരും കുറേ സിനിമയിലെ കുറേ ആൾക്കാരും ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചനയാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത് അത്രത്തോളം ഒരാളെ താറടിച്ച് കാണിക്കാമോ, അങ്ങനെ ഏറ്റവും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ദിലീപിനെ വേട്ടയാടുകയായിരുന്നു. പറഞ്ഞാൽ എല്ലാവരും, ഈ പൊതുസമൂഹവും അതിൻ്റെ അകത്ത് ചാനലുകാരും എല്ലാവരും ദിലീപിനെ മാക്സിമം വേട്ടയാടി എന്നുള്ളത് വേണം എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ വളരെ സങ്കടത്തോടു കൂടി അയാൾ ഒത്തിരി കാലം, ഇത്രയും കാലം ദിലീപ് ആയതുകൊണ്ട് ഇത് സർവൈവ് ചെയ്ത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയാൽ ശരിക്കും അവർക്കൊക്കെ ആ കുടുംബത്തിന് തന്നെ എന്തുമാത്രം പ്രശ്നമുണ്ടായി, ട്രോമ ഉണ്ടായെന്നറിയാം. അവർക്ക് ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു. ശരിക്കും അവർ ഇവിടുന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ആലുവയിൽ നിന്ന് അവർ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരെ വന്നു. എന്തൊരു കഷ്ടമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. അവരെ എന്തുമാത്രം കഷ്ടത ആ കുടുംബം അനുഭവിച്ചു, അമ്മ അനുഭവിച്ചു. ദിലീപിൻ്റെ അമ്മ, കുടുംബം, സഹോദരങ്ങൾ, ഭാര്യ, ഇവരൊക്കെ എന്തുമാത്രം സങ്കടം അനുഭവിച്ചു എന്നുള്ളത് അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കറിയാം. പക്ഷെ അതിനൊക്കെ ഒരു പരിസമാപ്തിയായി. എന്തായാലും നല്ലൊരു വിധി കിട്ടി. എന്തായാലും ഇത് വളരെ ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് എന്തായാലും അത് വളരെ നല്ല രീതിയിൽ അത് വാദിച്ച് അത് വിജയിപ്പിച്ച രാമൻപിള്ള സാറിനും എൻ്റെ വക ഒരു അഭിനന്ദനം. സാറതൊരു വലിയ സംഭവമാണ് സാറ് ചെയ്തത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇതറിയാമായിരുന്നു. ആദ്യമായിട്ട് ഞാനാണ് ദിലീപിനെ അവിടെ ആലുവയിൽ സബ് ജയിലിൽ പോയി കാണുന്നത്. അപ്പോഴേ അവിടുന്ന് എൻ്റെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇയാളെ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണെന്നുള്ളത് ആദ്യമേ പറഞ്ഞു. അന്ന് ഞാൻ വെളി വന്ന് ഞാൻ മാധ്യമങ്ങളോടൊക്കെ ഇത് പറയുകയും ചെയ്തു, അയാളെ ഫ്രെയിം ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചന നടത്തിയത് അവരുടെ പാടെ പൊളിഞ്ഞുപോയി. അത് വലിയൊരു തിരിച്ചടിയാണ് അവർക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. പോരാത്തതിനിപ്പം നമ്മുടെ മന്ത്രി പറഞ്ഞു എല്ലാവരും അതിജീവിതയുടെ കൂടാണ്. നമ്മളും അതിജീവിതയുടെ കൂടാണ്. അതിജീവിതയെ പീഡിപ്പിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടി. അത് ശിക്ഷ അർഹിക്കുന്ന രീതിയിൽ അത് ശിക്ഷ പുറപ്പെടുവിക്കും. അതിൻ്റെ വിധി വന്നിട്ടില്ല. അത് നാളെയോ മറ്റന്നാളോ വരുമായിരിക്കും. ബാക്കിയുള്ളവരെ, ചെയ്യാത്തവരെ അത് വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് ഫ്രെയിം ചെയ്ത ഒരു സാധനത്തിൽ നിന്നും അദ്ദേഹത്തിന്, നമ്മുടെ ദിലീപിന് വെളി വരാൻ സാധിച്ചു. അത് പ്രൂവ് ചെയ്ത അഡ്വക്കേറ്റുമാർക്കും എല്ലാം ഒരു അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ ആശ്വാസമാണ്. പൊതുസമൂഹത്തിന് മാത്രമല്ല, ഇത് ഞങ്ങളുടെ സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വലിയ ആശ്വാസം. സിനിമാക്കാരെ എല്ലാം വലിയ വൃത്തികെട്ട രീതിയിലൊക്കെ ഫ്രെയിം ചെയ്ത ഒരു കേസാണിത്. അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതൊരു വലിയ രീതിയിൽ ഒരു എന്തായാലും ഈ ഗൂഢാലോചനയൊക്കെ പുറത്തു വന്നു. അതായത് പോലീസും ഈ നമ്മുടെ ഇവരും എല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞുപോയി എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. അങ്ങനൊരു സാഹചര്യം ഇനിയെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇനിയും മേലാലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അല്ലാതെ എന്തായാലും പോകുമല്ലോ. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് മോഹൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയല്ലേ പറ്റൂ. അവർ പോട്ടെ. മുകളിൽ നീതി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അതിന് അത് യാതൊരു സംശയമില്ല. എന്ന് വെച്ചാൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരത്തുള്ളൂ. അപ്പം അത് സുപ്രീം കോടതി വരെ പോകുമായിരിക്കും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നടക്കട്ടെ. അതൊക്കെ പോലീസിനും അവരുടെ മോഹം രക്ഷിക്കാനായിട്ട് സർക്കാരിനും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ സർക്കാരിനും ഇതിൻ്റെ അകത്ത് ഒരു വലിയ രീതിയിലുള്ളൊരു കൈയുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ സർക്കാർ ഇതൊന്നും അന്നേ ഇത് വിചാരിച്ചിരുന്നത്, സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ദിലീപിൻ്റെ പേരെങ്കിലും മാറ്റായിരുന്നു. പക്ഷെ അയാളെ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നതിലും സർക്കാർ കൂട്ടുന്നു. ചിലപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഫ്രെയിം ചെയ്തതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പൊതുസമൂഹം ദിലീപിനെ വിശ്വസിച്ചില്ല, ആരെയും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി, ആൾക്കാർക്ക് മനസ്സിലായി അത് ഈ നടന്നതെല്ലാം തെറ്റുകളാണെന്ന് തന്നെ മനസ്സിലായി. എന്തായാലും ഇതൊരു വലിയ ആശ്വാസം തന്ന ഒരു വിധിയാണ്.
മലയാള സിനിമയ്ക്കും ഞങ്ങളെപ്പോലെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ദിലീപിനെ കാണുന്ന എൻ്റെ അനിയനെ പോലെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ സിനിമകളിൽ കൂടാണ് ദിലീപ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ്. അപ്പോൾ എനിക്ക് അതൊരു പേഴ്സണലായിട്ട് എനിക്കതൊരു വലിയൊരു വിജയമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്.